ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് കാനഡയിൽ ആൽബർട്ട പ്രൊവിൻസിലെ ഐസ്ഫീൽഡ് പാർക്ക് ഹൈവേയിലൂടെ ഒരു റോഡ് ട്രിപ്പിന് പോയി വന്നാലോ? എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ ലേക്ക് ലൂയിലെ കാഴ്ചകൾ കണ്ടതിന് ശേഷം രാവിലെ ഹോട്ടൽ മുറിയിൽ നിന്നും ഒരു 11 മണിയോടെ ഞങ്ങളുടെ സംഘം യാത്ര പുറപ്പെട്ടതായിരുന്നു. ഇപ്പോഴുള്ള യാത്ര ഐസ്ഫീൽഡ്സ് പാർക്ക് ഹൈവേ 93 നോർത്തിലൂടെയാണ്. വളരെയധികം സന്ദർശകരെ ആകർഷിക്കുന്ന കൊളംബിയ ഐസ്ഫീൽഡിലും സ്കൈവാക്കിലും അവിടെയുള്ള കാഴ്ചകളും ഒക്കെ കാണുവാനുള്ള യാത്രയിലാണ് ഞങ്ങൾ. ഈ യാത്രക്കിടയിൽ ലേക്ക് ലൂയിൽ നിന്ന് ഏകദേശം 40 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന വളരെ മനോഹരമായ ബോ ലേക്ക് വ്യൂ പോയിന്റ് കൂടി കണ്ട് ആസ്വദിച്ചതിന് ശേഷം മുന്നോട്ട് പോകുവാനാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതിനിടയിൽ നമുക്ക് ഈ റോഡ് ട്രിപ്പിൽ റോഡിൻ്റെ മുൻഭാഗത്തും 2 ഭാഗത്തും ഒക്കെയുള്ള പച്ചപ്പ് നിറഞ്ഞ പൈൻ മരങ്ങളുടെയും സുന്ദരമായ കൊടുമുടികളുടെയും കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിക്കാം. വാഹനങ്ങളൊന്നും കൂടുതൽ ഈ റോഡിൽ ഇപ്പോൾ കാണുന്നില്ല, കുറവാണ്. വണ്ടി ഓടിക്കുവാനും പ്രയാസമില്ല. സ്പീഡൊക്കെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തു പോകുവാൻ പറ്റുന്നുണ്ട്. കനേഡിയൻ റോക്കീസിൽ സ്ഥിതി ചെയ്യുന്ന എല്ലാ പിക്നിക് സ്പോട്ടും വളരെ മനോഹരമാണ്, പ്രകൃതി രമണീയമാണ്. വളരെ നീണ്ടുകിടക്കുന്ന ഈ പ്രദേശങ്ങളിൽ അടുത്തൊന്നും ജനവാസം ഇല്ലെന്ന് തോന്നുന്നു. അന്തരീക്ഷം വളരെ ശാന്തമാണ്. എന്നിരുന്നാലും പല സ്ഥലങ്ങളിലും കാട്ടുതീ പടർന്നതിനാൽ എയർ ക്വാളിറ്റി അത്ര നല്ലതല്ല. ഈ ഏരിയയിൽ വലിയ പ്രശ്നമില്ല. ഇവിടുത്തെ കാലാവസ്ഥയാണെങ്കിൽ ഇടയ്ക്കിടെ ചാറ്റൽ മഴയുണ്ട് എന്നതൊഴിച്ചാൽ കാലാവസ്ഥ വളരെ നല്ലതാണ്. കൂടുതൽ വെയിലോ കൂടുതൽ തണുപ്പോ ഇല്ല. എന്നിരുന്നാലും രാവിലെ ചില ദിവസങ്ങളിൽ തണുപ്പുണ്ടാവും. നോക്കൂ, ദൂരെ കാണുന്ന പർവ്വതനിരകൾ, റോഡിൻ്റെ 2 വശത്തും പച്ച പിടിച്ച മരങ്ങൾ. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഇതിലൂടെയുള്ള യാത്ര ഒരു പ്രത്യേക എക്സ്പീരിയൻസ് തന്നെയാണ്.
ഫ്രണ്ട്സ്, യാത്ര ഏത് രീതിയിലായാലും എപ്പോഴും എനിക്ക് ഉന്മേഷം തരുന്നതും ത്രില്ലിങ്ങും ഒക്കെയാണ്. നിങ്ങൾക്കോ? ഒരു നല്ല യാത്രയുടെ അനുഭവം നിങ്ങളുടേത് നിങ്ങൾ പങ്കുവെക്കാമോ? അങ്ങനെ ബോലേക്ക് വ്യൂ പോയിന്റിലെത്തി. ഇനി ഇവിടുത്തെ സിനിക് ബ്യൂട്ടിയൊക്കെ കണ്ട് നമുക്ക് ആസ്വദിക്കാം. മുൻഭാഗത്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പർവ്വതനിരകൾ, അതിന് താഴെ ശാന്തമായി കിടക്കുന്ന തടാകം, തടാകത്തിൻ്റെ തീരത്ത് സൈഡുകളിലായിട്ട് പച്ച പിടിച്ച് വളർന്ന വൃക്ഷങ്ങൾ. ഈ സ്ഥലം കാണുവാനും ഫോട്ടോഷൂട്ടിനു വേണ്ടി ധാരാളം വിസിറ്റേഴ്സിനെയും കാണാം. ബോലേക്ക് ബാൻഫ് നാഷണൽ പാർക്കിലെ വലിയ തടാകങ്ങളിലൊന്നാണ്. ഇതിൻ്റെ തീരത്ത് വളർന്നിരുന്ന ഒരുതരം നീളമുള്ള പ്ലാന്റ്സിൻ്റെ തണ്ട് പണ്ട് കാലത്ത് ഇവിടുത്തെ ആൾക്കാർ ബോ ഉണ്ടാക്കുവാനായി ഉപയോഗിച്ചിരുന്നു. അതിനാലാണ് ഇതിനെ ബോ ലേക്ക് എന്നറിയപ്പെടുന്നത്. കനേഡിയൻ റോക്കീസിലെ കാഴ്ചകൾ, പ്രത്യേകിച്ച് ആൽബർട്ട, ബ്രിട്ടീഷ് കൊളംബിയ എന്നീ കനേഡിയൻ പ്രൊവിൻസസിൽ ധാരാളം തടാകങ്ങളും വെള്ളച്ചാട്ടങ്ങളും പർവ്വതനിരകളും അടങ്ങിയ പല പ്രകൃതി രമണീയമായ കാഴ്ചകളും കാണുവാൻ പറ്റുന്നതിനാൽ ഈ സീസണിൽ ധാരാളം വിസിറ്റേഴ്സ് ഇവിടെ എത്തുന്നുണ്ട്. ഫ്രണ്ട്സ്, എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും, അതുപോലെ ആദ്യമായി എൻ്റെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട്
എന്നെ സപ്പോർട്ട് ചെയ്യാനും പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് അതിനുശേഷം ഞങ്ങൾ മുന്നോട്ടുള്ള യാത്ര തുടർന്നു. ഫ്രണ്ട്സ്, എൻ്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്തതിന് എല്ലാവർക്കും നന്ദി. മറ്റൊരു പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ, സീ യു സൂൺ.